ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടൊരു വലിയൊരു ഹല്ലേലൂയ പറയാമോ? യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. ആ ദൈവശക്തി അനുഭവിക്കുവാൻ ഇന്ന് പകലും കർത്താവ് നമ്മളെ ഒരുമിച്ച് നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ ഏതെങ്കിലും രീതിയിൽ സാത്താൻ്റെ അടിമകളായി നിൽക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ്റെ പാപപ്രവൃത്തിയോട് കൂട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചേർന്ന് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വിടുവിച്ചാൽ, കർത്താവ് സ്വതന്ത്രമാക്കിയാൽ, ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും ദൈവരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് ഈ നിമിഷം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? യേശു കർത്താവേ, ഇപ്പോഴുള്ള എൻ്റെ പാപപ്രവൃത്തികളിൽ നിന്നെല്ലാം, ദുശീല പ്രവൃത്തികളെല്ലാം എന്നെ വിടുവിച്ച് അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ വഴികാട്ടി. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ പിൻപറ്റുവാൻ ഈ നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു കർത്താവ് ഒന്ന് വാഴണമേ. യേശുവിനെ ഞാൻ രക്ഷകന് നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹൃദയത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെങ്കിൽ, തീർച്ചയായിട്ടും സ്വർഗം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. നിങ്ങളുടെ എല്ലാ പാപപ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ പിതാവായ ദൈവം യേശു മുഖാന്തരം പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ പകർന്ന്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് അവസ്ഥകളെല്ലാം മാറുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച്, രണ്ടാമത് നീതിയെക്കുറിച്ച് അങ്ങനെ ബോധ്യം തന്ന് നടത്തുന്ന ആ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കർത്താവ് തുറക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം രോഗികളായ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഞാനിപ്പോൾ മക്കളുടെ മേൽ അയക്കുകയാണ് കർത്താവ്. ശിരസ് മുതൽ ഉള്ളംകാലടി വരെ സകല രോഗങ്ങൾക്ക് നല്ല വൈദ്യനായ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം അയക്കുന്ന സകല അനുഗ്രഹങ്ങളും